ഹേ ഹലോ വെൽക്കം ടു സ്റ്റെപ്പ് വിത്ത് റേഷ്. ഇന്നൊരു മൂവി ഡേറ്റിന് പോവാണ്. അതിനായിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ മൂവി ചത്ത പച്ച. അതിന് പോകാനുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇന്നത്തെ വീഡിയോ. വലിയ ഡെക്കറേഷൻസ് ഒന്നുമില്ല, ചെറിയ രീതിയിൽ മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന പോലെ ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നുമില്ല. വലിയ യൂട്യൂബർ ആവണം, അല്ലെങ്കിൽ ഭയങ്കര ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആവണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. യുനോ ലൈക്ക് പേളി മാണി റെഗുലറായിട്ട് വീഡിയോ ഇട്ടാലല്ലേ നമുക്ക് സ്വെറ്റിങ് റെഗുലറായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് റീച്ച് കിട്ടുള്ളൂ, അൽഗോരിതം വർക്കൗട്ട് ചെയ്യുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്ന പോലെ ബെസി ഷെഡ്യൂൾസ് 12 hours ഷിഫ്റ്റ്. ആഫ്റ്റർ ദാറ്റ് ഇറ്റ്സ് വെരി ഹാർഡ്. ഒരു ഓഫ് ഡേ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഷ് ചെയ്യാനുണ്ടാവും, അതുമാതിരി തന്നെ കുക്ക് ചെയ്യാനുണ്ടാവും എന്നൊക്കെ പറയും. ഇതൊന്നുമല്ല, ഒരു വാങ്ങാത്തൊലിയല്ല. ആക്ച്വലി ശുദ്ധ മടി. അതാണ് റീസൺ വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ വീഡിയോ എടുക്കാതിരിക്കാനും ഒക്കെ ഉള്ള മെയിൻ റീസൺ അതാണ്. നല്ല മടിച്ചിയാണ്, അതാണ് ഏറ്റവും വലിയ കാരണം. ഇന്ന് ഒരു സംഭവം ഉണ്ടായി, അതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഈ കഥ പറയാനുള്ള മെയിൻ റീസൺ. എൻ്റെ മാതാശ്രീ പണ്ടത്തെ കുറേ ഫോട്ടോകൾ ഞാൻ കാണിച്ചു കൊടുത്തു. എൻ്റെ ലാപ്ടോപ്പ് ഇന്ന് ഓണാക്കിയപ്പോൾ പണ്ടത്തെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അതിലുള്ളത് കുറേ ഫോട്ടോസ് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അതിനകത്ത് നല്ല മെലിഞ്ഞ് സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടി, ദാറ്റ്സ് മീ, അറൗണ്ട് 62 kg ഉള്ള ഒരു എന്നെ കണ്ടു. ഞാനത് കാണിച്ചു കൊടുത്തു. അതെൻ്റെ തെറ്റ്. ഓക്കെ, അത് കാണിച്ചു കൊടുത്തപ്പോൾ എൻ്റെ അമ്മ ഒരു ഡയലോഗ് ഇറക്കി, നീ എടുത്തു വെച്ചോ, ഇത് നമുക്ക് അറ്റ്ലീസ്റ്റ് കണ്ടെങ്കിലും ആശ്വസിക്കാമല്ലോ എന്നൊരു വാക്ക്, ഒരു പ്രസ്താവന നടത്തി. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഒരു വീഡിയോ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് ബിസി ജോബ് ഷെഡ്യൂളാണ്, അതല്ലെന്നുണ്ടെങ്കിൽ 12 hours ഷിഫ്റ്റാണ്, വന്നു കഴിയുമ്പോൾ ക്ഷീണമാണ്, ഓഫ് ഡേയ്സ് കിട്ടിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു റീസൺ അല്ല. ഞാൻ ഓഫ് ഡേയ്സ് കിട്ടിയാൽ മാക്സിമം എൻ്റെ ബെഡ്റൂമിൽ ചിലവഴിക്കും, ടി വി കാണും. അതല്ലാന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ കുക്കും ചെയ്യും, വാഷും ചെയ്യും. അതൊക്കെ നമുക്ക് ദൈനംദിനികമായിട്ട് വടവർ നമുക്ക് ഡെയിലി ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് നമ്മളത് ചെയ്തു പോകുന്നതല്ലാതെ ഇതൊന്നും അതിനൊരു റീസൺ അല്ല. ആക്ച്വലി മൈ റീസൺ ഈസ്, എനിക്ക് ഇങ്ങനെ ട്രൈപോഡ് വെക്കണം, ലൈറ്റ് സെറ്റ് ചെയ്യണം, കുറേ മേക്കപ്പ് സാധനങ്ങൾ നിരത്തി വെക്കണം, അല്ലെങ്കിൽ അതിനുള്ള കണ്ടന്റ് കണ്ടുപിടിക്കണം. ഇതെല്ലാം ഞാൻ ചെയ്താൽ പോലും ഏറ്റവും കൂടുതൽ എന്നെ എഫക്റ്റ് ചെയ്യുന്ന സത്യസന്ധമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അത് മടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജിമ്മിൽ പോകണമെന്നുണ്ടെങ്കിൽ എൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെന്ന് വർക്കൗട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡ്രസ്സ് മാറുന്നതോ ഒന്നുമല്ല. ഇവിടെ നിന്ന് ഞാനൊന്ന് ഇറങ്ങി ജിമ്മിൻ്റെ പടി വരെ എത്തണം. എൻ്റെ മെയിൻ പ്രശ്നം എന്നുണ്ടെങ്കിൽ അതാണ്. റെഗുലറായിട്ട് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇന്ന് എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ ഞാൻ ഞെട്ടി. അതാണ് മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം. ഞാൻ ഒരു 3-4 കിലോ കൂടി. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഇടുന്ന എഫേർട്ടൊക്കെ വേസ്റ്റ് ആക്കാൻ എളുപ്പമാണ്. നമ്മളൊന്ന് കാര്യമായിട്ട് ഫുഡ് കഴിച്ചാൽ മതി. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന വെയിറ്റ് കളയാൻ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അത്ര പെട്ടെന്നൊന്നും പോവില്ല. സോ നമ്മൾ വൺസ് ഇതിനകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മൂവി നെയിം മെൻഷൻ ചെയ്ത പോലെ ചത്ത പച്ച, ഡു ഓർ ഡൈ. നമ്മൾ ഒന്നില്ലെങ്കിൽ ഇത് കുറയ്ക്കണം, അതല്ലെങ്കിൽ അത് എന്തൊക്കെയായിട്ട് ഉള്ളതും പറയും. അതൊന്നും മൈൻഡാക്കണ്ട. ഞാൻ ഇങ്ങനെയാട്ടോ ചെയ്യാറ്. മസ്കാര ഇട്ടിട്ട് ഒന്നും കൂടി ഐ കളർ വെച്ചിട്ട് കേൾ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കൂട്ടി മസ്കാര കൂടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ജിമ്മിൽ പോകണോ പോവുക, അല്ലെങ്കിൽ വീഡിയോ എടുക്കണോ എടുക്കുക, ഗ്യാപ്പ് വന്നോ ഇറ്റ്സ് ഓക്കെ, നമുക്ക് പിന്നെയും ചെയ്യാമല്ലോ. ആരെങ്കിലും ഉണ്ടോ നമ്മൾ തടയാനും ചോദിക്കാനും? നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. കാണിച്ചു കൊടുക്കും ഞാൻ അങ്ങനത്തെ, അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് നമ്മളോടൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടാവില്ലേ, അതാണ് ഏറ്റവും വലുത് അല്ലേ. സോ ട്രസ്റ്റ് ഓൺ ദ പ്രോസസ്. നിങ്ങൾ എന്തെങ്കിലും തുടങ്ങി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അതിനുള്ളതെന്ന വീഡിയോ. അപ്പം ഞാൻ പച്ചയൊക്കെ ഇട്ടിട്ട് ചെത്താ പച്ച കണ്ടിട്ട് വരാം. ദിസ്